ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൻ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദുബായിൽ എല്ലാവരും എണീച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ ക്ലൈമറ്റ് കണ്ടത്. അറേബ്യൻ റാഞ്ചസിൽ ഇങ്ങനെയായിരുന്നു, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞു. അങ്ങനെ കോട ഇറങ്ങിയിട്ടുള്ള സമയങ്ങളായിരിക്കും ഇനി. അതായത് ഒഫീഷ്യലി നമ്മൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. അപ്പോൾ രാവിലെ നേരത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ ബസ് രാവിലെ 5:30 നമുക്ക് പോണത് കാണാം. അപ്പോൾ അതാ രാവിലത്തെ ആസ് യൂഷ്വൽ നമ്മുടെ പൂജ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ വിഘ്നേശ്വരനെ വെക്കുന്നത് ശരിയാണോ എന്നുള്ളത്. ഇത് വിനായകരാണ്, ഓക്കെ, പിള്ളയാർ എന്ന് പറയണത്. അപ്പോൾ പിള്ളയാറിനെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വെക്കുന്നത്, വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും തേങ്ങ ഉടച്ച് പഴം വെച്ച് അലങ്കാരം ചെയ്തിട്ടാണ് പിള്ളയാറിനെ വെക്കാറുള്ളത്. അപ്പോൾ എന്താണ് പറയുക, ഇത് ആലയം എന്ന് പറയുന്ന ഒരു ഇതിന്ന് വാങ്ങിയതാണ് ഞാൻ ഈ ഒരു കംപ്ലീറ്റ് സെറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയുക, കിളികൾ എല്ലാവരും ലാൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എത്ര ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഈ വാതിലിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ട് അറിയോ, ക്യാമറയും കൊണ്ട് ഇവരുടെ ലാൻഡിങ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് പറയുക, അവർക്കത് മനസ്സിലാവേണ്ട തോന്നുന്നുണ്ട് കേട്ടോ. എത്രയോ ദിവസങ്ങൾ ഞാൻ ഈ 1 മണിക്കൂർ ക്യാമറയും പിടിച്ചിരുന്നിട്ട് എനിക്ക് ഒരു സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എടുത്തു മക്കളെ. ഇരുന്നത് 3 മണിക്കൂറാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയ രീതിയിൽ ഇല്ലാതെ ഇവരെ വളരെ അടുത്തുനിന്ന് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്, ഇതേപോലെ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ തത്തയെ കൊണ്ടുവരുന്നതായിരിക്കും. തത്തകൾ മാത്രം ഭയങ്കര മിടുക്കന്മാരാട്ടോ. അതെന്താണ്, വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകടേന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തിരയുമ്പോഴേക്കും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 3 മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മുടെ കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ ആൾക്കാരെ വരെ നമ്മൾ ലാൻഡിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഇത് ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എത്ര ദിവസത്തെ കാത്തിരിപ്പാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും ബേർഡ് വാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, ക്യാമറയും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എത്ര ക്ഷമ വേണം എന്നുള്ളത്. ഞാനിവിടെ ഇരുന്നതിന് കയ്യും കണക്കുമില്ല. ഈ ഒരു ഇരിപ്പെന്നെ ഈ വാതിലിൻ്റെ അടുത്ത് എപ്പോഴാണ് ഇവർ വരിക, എന്നിട്ടും കൂടിയിട്ട് എനിക്ക് ലാൻഡിങ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ആ വന്നിങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ മാതിരി ഒരു ലാൻഡിങ് ഉണ്ട്. ഇവർ സൂപ്പറാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. അതേപോലെ എൻ്റെ സമയം പോയി കിട്ടി. ബിക്കോസ് എനിക്ക് 1:30 ആകുമ്പോഴേക്കും എനിക്ക് ലഞ്ച് റെഡിയാക്കാനുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് നമ്മൾ മുരിങ്ങക്കായും ചെമ്മീനും കൂടിയിട്ടുള്ള കൂട്ടാനാണ് വെക്കാൻ പോകുന്നത്. അത് അല്ലാതെയും വേറെ കുറേ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മുരിങ്ങക്കായും ചെമ്മീനും കൂടി ഉള്ളത് കാണിച്ചു തരാം. ഞാൻ സവോള, അതേമാതിരി തന്നെ തക്കാളി, മുരിങ്ങക്കായ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി പുരട്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫിഷ് മസാല, അതേമാതിരി തന്നെ ഉള്ളി, തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക. ഇത് നല്ലപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഇതിലേക്ക് കൊട്ടുക. ഓക്കെ, നന്നായിട്ട് കൊട്ടി നമ്മുടെ മിക്സിയൊക്കെ നല്ലപോലെ ഒലുമ്പോൾ. എൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, ബിക്കോസ് ലഞ്ചിൻ്റെ എണ്ണം കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാട്ടോ. ഇത് നന്നായിട്ട് തിളക്കിണ്ട്. അപ്പുറത്ത് നമുക്ക് അവിയലായിക്കൊണ്ടിരിക്കേണ്ട, ഇപ്പുറത്ത് ചീര ഉപ്പേരി ആയിക്കൊണ്ടിരിക്കേണ്ട, ഇനി കായ ഉപ്പേരി ആവാനുണ്ട്, മത്തി വറക്കാനുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൃശ്ചിക മാസമായിട്ട് നിങ്ങൾ എന്തിനാണ് നോൺ വെജ് വെക്കണമെന്ന്. നമ്മൾ റൺ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ് അല്ലേ. ആ ബിസിനസ്സിൽ നമ്മൾ ഇന്നതേ ചെയ്യുള്ളൂ, ഇന്നത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഹോട്ടൽ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് നടത്തിയിട്ട് പോണ സമയത്ത് അതിന് നോൺ വെജ് വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? വെള്ളിയാഴ്ച ആയാലും ചൊവ്വാഴ്ച ആയാലും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. നമ്മൾ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതാണ് മാറ്റർ. ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ബിക്കോസ് നമ്മൾ ആ തൊഴിലിലാണ് ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ നല്ല വാളംപുളി പിഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയും ഇടാം. ഇനി നന്നായിട്ട് ഈ പുളിയൊക്കെ ഒന്ന് കുറുകുന്ന വരയ്ക്കും ഒന്ന് ആവട്ടെ. ചാറ് നല്ലപോലെ കുറുകണം.
നല്ല പോലെ അത് ആവുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എനിക്ക് ഫാം ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഷെഫ് കൊണ്ടുവന്ന് തന്നതാണ്. അവിടെ ഫാം നടത്തുന്നുണ്ട് അവർ അജ്മാനിൽ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കൊണ്ട് തന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ കുറുകി തിളയ്ക്കണ സമയം കൊണ്ട് നമ്മളിവിടെ കായുപ്പേരിയും സൈഡിലാക്കി. നമ്മുടെ ചീരപ്പേരി റെഡിയായി, നമ്മുടെ അവിയൽ റെഡിയായി, മട്ടേരി ചോറ് റെഡിയായി, മീൻ റെഡിയായി. പിന്നെ നമ്മൾ ഇതിന് വറുത്തിടാനുള്ള കടുക്, ഉലുവ, ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത്, അതേമാതിരി കരിവേപ്പില എല്ലാം കൂടിയിട്ട് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വാരിക്കോട്ടാം. അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള വിനീസ് കിച്ചൺ വീട്ടിലത്തെ ഊണ് എന്ന് പറയുന്ന ഹോംലി മീൽസ് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയോ? ഇതൊരു പിടി ചോറും കൂട്ടിയിട്ട് ഉണ്ണാൻ, അതും അടുത്ത ദിവസമൊക്കെ ഗംഭീരമായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, എന്നാലും എൻ്റെ വേർഷൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, വിനിയുടെ ചീര മാത്രം എങ്ങനെ വിനി കളറില്ല പോവാതെ നിൽക്കുന്നത്, എങ്ങനെ ഈ പിങ്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ചീരയിൽ വെള്ളം ഒഴിക്കാറില്ല. ചീര മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. അതുമാതിരി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിളുപ്പിളോന്ന് വേവിക്കാറില്ല, അപ്പം തന്നെ എടുത്ത് മാറ്റും. പിന്നെ കായുപ്പേരി, അതേമാതിരി തന്നെ നമ്മുടെ ക്രീമി അവിയൽ, ഇത് സൂപ്പർ ഹിറ്റാണ്. എപ്പോഴൊക്കെ ലഞ്ച് ഉണ്ടോ അപ്പോഴെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്, വിനി അവിയൽ ഇൻക്ലൂഡ് ചെയ്യൂട്ടോ എന്നാണ്. അങ്ങനെ നമ്മുടെ മട്ടേരി ചോറ് റെഡി ആയിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ മത്തി മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൽസ് എല്ലാം റെഡി. നമുക്കിനി പാക്ക് ചെയ്യാം. ഇങ്ങനെയാണ് വിനീസ് കിച്ചണിൽ പാക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ട് വെക്കാറുണ്ട്. എനിക്ക് ഈ ഇങ്ങിട്ട് മെസ്സാക്കുക അതൊന്നും ഇഷ്ടമല്ല. ക്ലീൻ ആയിരിക്കണം കാര്യങ്ങൾ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ 1:30 അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പം തന്നെ ഞാൻ തുടങ്ങി. ബിക്കോസ് വൈകുന്നേരം 4 മണിക്ക് നമുക്കൊരു പാർട്ടി ഡെലിവറി ഉണ്ട്. പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹരാബര കബാബ് വറക്കാതെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് അതും കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ചൂടോടെ നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് പുലാവ്, ഓക്കെ, വെജിറ്റബിൾ വൈറ്റ് പുലാവാണ്. ചൂട് കാരണം കൊണ്ട് നിങ്ങൾക്ക് ആവി തട്ടിയിട്ട് ക്യാമറയിൽ എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കണ്ടു എന്ന് വിചാരിക്കണം. വൈറ്റ് പുലാവാണ്, സൂപ്പറായിരുന്നു. അതേമാതിരി തന്നെ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യാൻ കുക്കുംബറും അണിയനും കൂടിയിട്ട്, ഉള്ളിയും കൂടിയിട്ടിട്ടുള്ള റായ്ത്ത. പിന്നെ അവർക്ക് വാട്ടർമെലൺ ഫെറ്റ ചീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ആക്കി കൊടുത്തു. 4:30 മണിക്ക് അവരത് കൊണ്ടുപോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച്, സന്ധ്യാസമയം വിളക്കൊക്കെ കത്തിച്ച് ഭഗവാന് ഞാൻ ഇപ്രാവശ്യം എന്താണ് പറയുക, അന്നത്തെ ദിവസം ഞാൻ കൽപ്പവൃക്ഷത്തിൻ്റെ വിളക്കാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എപ്പോഴും ആഴ്ചയിലൊരിക്കൽ ഞാൻ കൽപ്പവൃക്ഷത്തിൻ്റെ വിളക്ക് ഞാൻ കത്തിക്കാറുണ്ട്. അത്രയും ഗുണമുള്ള ഒരു ഇത് വേറെ ഇല്ല. നമ്മൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ നോക്കൂ. വളരെ 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 പോസിറ്റിവിറ്റി തരുന്ന ഒരു വിളക്കാണ് കൽപ്പവൃക്ഷത്തിൻ്റെ വിളക്ക്. അതുകൊണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യൂട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വൈകുന്നേരം സന്ധ്യാസമയം ദ്വാരകാപുരിയിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് നാമം ചൊല്ലും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. പക്ഷേ അസുഖം ഇപ്പോൾ ആയതിന് ശേഷം ഞാൻ ഡിസംബർ 1 മുതലേ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നുള്ളൂ. അതുവരയ്ക്കും വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് സന്ധ്യാസമയങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു വിളക്കോട് കൂടിയിട്ട് ആ വീട് ആവുന്നത് തന്നെ എന്ത് പോസിറ്റീവല്ലേ.